രണ്ടാം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വാതോരാതെ വിളിച്ചു പറഞ്ഞു നടന്ന ഒന്നാണ് അടൽ സേതു. മുംബൈയിലെ അടൽ സേതുവിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണിപ്പോൾ. ഉദ്ഘാടനം കഴിഞ്ഞ് വെറും 5 മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഓർക്കണം. ഇങ്ങനെ ഒരു സന്ദർഭം ഉടലെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ന്യായീകരണങ്ങൾ ഉയർന്നു വരും. അത് തന്നെയാണ് എന്തൊരു സംഭവം ഉടലെടുക്കുമ്പോഴും ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെ ന്യായീകരണങ്ങളുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. വിള്ളൽ പാലത്തിലല്ല, അപ്രോച്ച് റോഡിലാണെന്ന വാദമാണ് BJPയും പാലത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്ന മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയും ഇപ്പോൾ ഉന്നയിക്കുന്നത്. അടൽ സേതുവിനെ അപകീർത്തിപ്പെടുത്തുന്നത് നിർത്തുമെന്ന് BJP എക്സിൽ കുറിച്ചു. ഏതാണ്ട് 18,000 കോടി രൂപ ചെലവിലാണ് കടലിടുക്കിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച അടൽ സേതു നിൽക്കുന്നത്. പാലത്തിന് 21.8 കിലോമീറ്ററാണ് നീളം. നവി മുംബൈയിൽ നിന്ന് മുംബൈയിലേക്ക് എത്താനുള്ള സമയം 1.5 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റായി ചുരുങ്ങുമെന്നാണ് പാലത്തിന്റെ പ്രത്യേകത. നേരത്തെ നടി രശ്മിക മന്ദന പാലത്തെ പ്രശംസിച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. യാത്രാ സൗകര്യം മെച്ചപ്പെട്ടെന്നും സുഖയാത്ര ഇപ്പോൾ സാധ്യമാകുന്നു എന്നെല്ലാമാണ് താരം പറഞ്ഞത്. യാത്ര സുഖമായിരുന്നെങ്കിലും ഇനിയുള്ള യാത്ര അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പാലത്തിന്റെ തകർച്ചയെ തുടർന്ന് പരസ്പരം കലഹിക്കുകയാണ് കോൺഗ്രസും BJPയും. BJPയും കോൺഗ്രസും തമ്മിലുള്ള പരസ്പര ആരോപണങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയം. അടൽ സേതു വെള്ളിയാഴ്ച പരിശോധിച്ച മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പടോലെ നിർമ്മാണത്തിലെ അഴിമതി ആരോപിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. പാലത്തിന്റെ നിർമ്മാണ നിലവാരം മോശമാണെന്നും റോഡിന്റെ ഒരു ഭാഗം 1 അടിയോളം ഇടിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു വന്നിട്ടുണ്ട്. അടൽ സേതുവിന് വിള്ളലില്ല, അടൽ സേതുവിന് ഒരു അപകടവുമില്ല. ഈ ചിത്രം അപ്രോച്ച് റോഡിന്റേതാണ്. വ്യാജ പ്രചരണങ്ങളുടെയും നുണകളുടെയും സഹായത്തോടെ വിള്ളൽ സൃഷ്ടിക്കാനുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റമാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു.